കാരണം സ്പെസിഫിക്കേഷൻ വൈസ് അമേസിംഗ് ആണ്, ഓട്ടിക്കാനും എൻ്റർടൈനിങ് ആയിരിക്കും. പക്ഷെ നമുക്ക് എത്ര കാലം ഇത് യൂസ് ചെയ്യണം? അത് അൾട്രാ വയലറ്റ് തന്നെ ഡിസ്കവർ ചെയ്യണം അതിനുള്ള ആൾക്കാർ. കാരണം ഈ കൂടി എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് യൂസബിൾ ആയിരിക്കും എന്നുള്ളൊരു കൺസേൺ മാത്രമേ എനിക്കിപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളൂ. അത് എത്രത്തോളം എക്സൈറ്റിംഗ് ആയിരിക്കുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. വെൽക്കം ടു ഓട്ടോ സ്പേസ്, മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൾട്രാ വയലറ്റിൻ്റെ പുതിയ ഷോക്ക് വേവ് എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും അറിയാം, EV ഇൻഡസ്ട്രി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഗവൺമെൻറ് ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യുവാണ്. കാർസ് ആയിരുന്നു ഇപ്പം കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം എന്താ ബൈക്സിലോട്ടും മോട്ടോർ സൈക്കിളിലോട്ടും വന്നു തുടങ്ങി. കാരണം ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ ബൈക്സ് സ്കൂട്ടി പോലെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ ചേതക്കിൻ്റെ തന്നെ ബൈക്ക് വരുന്നുണ്ട്, പിന്നെ ഓൾ നോൺ എയ്തർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടെസ്ല, എല്ലാവർക്കും അറിയാം ടെസ്ല ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. അപ്പം അവർ കാർസാണ്, സൂപ്പർ കാർസിനെ വരെ കോമ്പീറ്റ് ചെയ്യാനായിട്ടാണ് ഈ കാർസ് വരുന്നത്. ഈ ടൈം പീരീഡിലാണ് നമ്മുടെ അൾട്രാ വയലറ്റ് ഇന്ത്യൻ കമ്പനി, ഇന്ത്യൻ മാനുഫാക്ചറർ പുതിയൊരു മോഡലായിട്ട് വരുന്ന പുതിയൊരു ഡെഡ് ബൈക്ക് ഷോക്ക് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 505 Nm ഓഫ് ടോർക്ക്, അതും വീലിൽ നിങ്ങൾക്ക് കിട്ടണുണ്ട്. അപ്പോൾ അത് എത്രത്തോളം എക്സൈറ്റിംഗ് ആയിരിക്കുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഡെലിവറീസ് എല്ലാം 2026 തൊട്ടാണ് സ്റ്റാർട്ടിങ് ആവുന്നത്. അപ്പം നമുക്ക് റൈഡ് റിവ്യൂസ് എല്ലാം ആ ടൈമിലേ വരത്തുള്ളൂ. ഇപ്പം അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, കുറച്ച് ഗ്ലിംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി നമുക്കറിയാൻ പറ്റിയ ഒരു 3.5 kWh ബാറ്ററിയാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഷാസി മൗണ്ട് മോട്ടറാണ് അവർ യൂസ് ചെയ്യുന്നത്, സിങ്ക്രോണസ് മോട്ടോറാണ് പറയുന്നത് അവർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വെറും 120 kgs മാത്രമേ വണ്ടി വരുന്നുള്ളൂ. കൂടാതെ 120 km/h ടോപ്പ് സ്പീഡ് വരുന്നുണ്ട്, 165 km റേഞ്ചും അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എക്സാക്റ്റ് റേഞ്ച് അല്ല, അവർ ജസ്റ്റ് RI പോലെ ചെക്ക് ചെയ്തൊരു റേഞ്ചാണ്. നമുക്ക് റിയൽ ലൈഫിൽ ഒരു 100-110 ഒക്കെ എടുക്കാമായിരിക്കാം. പിന്നെ ഡിസൈൻ ലാംഗ്വേജ് പ്രോപ്പർ ഡേർട്ട് ബൈക്കാണ്. ഒരു ഹെഡ് ടേണറാണ്, കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നൊരു ഡിസൈനാണ്. സ്ലീക്കാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ പ്രൊജക്ടർ LED സെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലെ സസ്പെൻഷൻ നമ്മൾ ഓപ്പൺ കാട്രിഡ്ജ് ആണ് വരുന്നത്, 200 mm ട്രാവൽ വരുന്നുണ്ട്. പിന്നെ കാലിപ്പേഴ്സ് നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ട്വിൻ പിസ്റ്റൺ കാലിപ്പറാണ് വരുന്നത്, ആക്ച്വലി മൗണ്ടഡ് ആണ് അതിൻ്റെ കാലിപ്പേഴ്സ് അവർ കൊടുത്തേക്കുന്നത്. പിന്നെ അകത്തോട്ട് വരുമ്പോൾ നമുക്കൊരു TFT വരുന്നുണ്ട് 5 ഇഞ്ചിൻ്റെ. ആ ഡാഷ് വെച്ചാണ് നമ്മളെല്ലാം കണക്റ്റഡ് ടെക് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വരുമ്പോഴാണ് നമ്മളെ മോട്ടർ വരുന്നത്. മോട്ടറിന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒരു 3.5 kW ഒരു എന്താ പറയുക 505 Nm ടോർക്കും ഒരു 14.5 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോട്ടർ. ഐ തിങ്ക് ഈ ഒരു കാറ്റഗറിയിൽ വേറൊരു ബ്രാൻഡും ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തൊരു സ്പെക്കാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എക്സൈറ്റിംഗ് ആയിരിക്കും. പിന്നെ റിയറിലോട്ട് പോകുമ്പോൾ നമുക്ക് സസ്പെൻഷൻ വരാൻ നേരത്തെ ഒരു 180 mm ട്രാവൽ വരുന്ന ആ മോണോഷോക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു ടോൾ ബോയ്സ് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 200+ ഗ്രൗണ്ട് ക്ലിയറൻസും എനിക്ക് തോന്നുന്നു അത് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസാണ്. ഇപ്പം ആദ്യത്തെ 2000 കസ്റ്റമേഴ്സിന് അവർ 1,50,49 എക്സ്ഷോറൂം പ്രൈസേ വെച്ചിട്ടുള്ളൂ. അത് 2000 കസ്റ്റമർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ നോർമൽ എക്സ്ഷോറൂമിലോട്ട് പോകും, അത് 1,75,000 ആണ്. അപ്പം നിങ്ങൾ ഓൺ റോഡ് വരുമ്പോൾ ഓൾമോസ്റ്റ് 2.2 ആ ഒരു റേഞ്ചിലായിരിക്കും ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 2.2-ന് ഒരു പ്രോപ്പർ ഡേർട്ട് ബൈക്ക് വേറൊരു ബ്രാൻഡ്സോ ഇതുവരെ വേറൊരാളും ചെയ്തിട്ടില്ല. അപ്പം അത് തന്നെയാണ് ഇതിൻ്റെ ഒരു എക്സൈറ്റിംഗ് പാർട്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വേറൊരു ഷെയ്ഡ് വരുന്നുണ്ട്. മെയിൻലി 2 ലക്ഷത്തിന് നമുക്ക് എന്തൊക്കെ പർച്ചേസ് ചെയ്യാം, ICയിൽ എന്തൊക്കെയുണ്ട്, IC എഞ്ചിൻ വെച്ച് വരുന്നു. 2 lakhs വരുമ്പം നമുക്ക് R15 പോലത്തെ ട്രാക്ക് മെഷീൻ വരും, എക്സ്പൾസ് പോലത്തെ ഒരു അഡ്വഞ്ചർ ടൂറർ പ്ലസ് ഓഫ് റോഡർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോർമൽ സ്ട്രീറ്റ്സ് ബൈക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റേഞ്ച് നമുക്കൊരു 100-110 165 പറയുമെങ്കിലും 120 മാക്സിമം ആയിരിക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് എത്രത്തോളം ലോങ് കൊണ്ടുപോകാനും എത്രത്തോളം നമുക്കിത് യൂസബിളാണ്, അതാണ് എൻ്റെ ഒരു കൺസേൺ. കാരണം സ്പെസിഫിക്കേഷൻ വൈസ് അമേസിംഗ് ആണ്, ഓട്ടിക്കാനും എൻ്റർടൈനിങ് ആയിരിക്കും. പക്ഷെ നമുക്ക് എത്ര കാലം ഇത് യൂസ് ചെയ്യും, എത്രത്തോളം പർപ്പസ്ഫുൾ ആയിരിക്കും നമ്മൾ ഈ ഒരു 2 lakh ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. മറ്റ് ഞാൻ പറഞ്ഞ മോഡൽസിൽ 2 lakh ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ പർപ്പസും ചെയ്യാൻ പറ്റും. അത് ഓൾ പർപ്പസ് ആയിരിക്കും ആ മോട്ടോർ സൈക്കിൾ. അത് നിങ്ങൾക്ക് ഡെയിലി കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റും, ഹൈവേ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് വെറുതെ എന്താ പറയുക, നമുക്കിപ്പം യൂസ് ഇല്ലാത്ത സമയങ്ങളിൽ എന്താ പറയുക, നമുക്ക് കയറ്റി വയ്ക്കുന്ന സമയത്താണെങ്കിലും ഒരു കംഫർട്ട്നെസ്, ബാറ്ററി ഡ്രെയിനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ അതേസമയം നമ്മൾ ഈ ഒരു ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കും. കാരണം നമുക്ക് അത് കൊണ്ടുപോകാൻ ഡേർട്ട് ട്രാക്സിൽ കൊണ്ടുപോകാം, ജസ്റ്റ് യൂസ് ചെയ്യാം, അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ട് വെക്കേണ്ടി വരും.
അപ്പം ആരൊക്കെയായിരിക്കും ഈ 2 ലക്ഷം രൂപ ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? അത് അൾട്രാ വയലറ്റ് തന്നെ ഡിസ്കവർ ചെയ്യണം അതിനുള്ള ആൾക്കാർ. കാരണം ഇപ്പോൾ IC എൻജിൻസ് മാറി EVയിലോട്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ EV ഇൻഡസ്ട്രി വളരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചാർജിങ് പോർട്ട്സ് ആയാലും ചാർജിങ് സ്റ്റേഷൻസ് ആയാലും വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു വെഹിക്കിൾ 2026 ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് യൂസബിൾ ആയിരിക്കും എന്നുള്ളൊരു കൺസേൺ മാത്രമേ എനിക്കിപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളൂ. ബാക്കി സ്പെക് വൈസ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു പ്രോപ്പർ ഡേർട്ട് ബൈക്കാണ്. ഈ ഒരു കൺസേൺ ഒഴിച്ചു കഴിഞ്ഞാൽ ഞാനും ഇൻ കേസ് എൻ്റെ കയ്യിൽ ഫണ്ട് വരുവാണെങ്കിൽ എനിക്കും ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു കൺസേൺസൊക്കെ അവർ സോർട്ട് ഔട്ട് ചെയ്ത് തരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഓൾസോ ട്രൈ ടു ബൈ വൺ. ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് അൾട്രാ വയലറ്റിൻ്റെ ഷോക്ക് വേവിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ ബൈ ബൈ.